യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാവിൻ നാളാ ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാവിൻ നാളാ ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോറുടയവരും. കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമുറ്റോറുടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർവിടുമോ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമോ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതം ഹൃദയാടിന്റെ പ്രദേശത്ത് തിരുവചനവുമായി നിൽക്കുവാൻ കാരുണ്യവാനായ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളെയും സർവസൃഷ്ടിയോട് കരുണ തോന്നുന്ന കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മിനിറ്റുകൾ ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിലേക്ക് മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അസമാധാനം കൊണ്ട് നിറയപ്പെട്ട വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ലോകം മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരാശ മനുഷ്യനെ തകർത്ത ആത്മഹത്യയിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും ചില മിനിറ്റുകൾ ഇവിടെ വിളിച്ചു പറയുന്ന ഈ ക്രൂശിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അതൊരിക്കലും നഷ്ടമായി തീരത്തില്ല. നിശ്ചയമായും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരും. തിരുവചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ചില മിനിറ്റുകൾ ഇവിടെ വിളിച്ചു പറയുന്ന ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഇത് കേവലം സമാധാനമല്ല, മഹാസമാധാനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. തിരുവചനത്തിൽ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ സമാധാന സുവിശേഷം ദേശത്തോട് വിളിച്ചറിഞ്ഞ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ കടന്നു പോകുന്നതായിരിക്കും. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ
ഉദിച്ചുവല്ലോ. അതേ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉദിക്കപ്പെട്ട ദൈവകൃപയ്ക്ക് കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാനായിട്ട് ഉള്ളത്. 2025 വർഷങ്ങൾക്ക് മുന്നമേ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് കന്യകയിൽ പരിശുദ്ധാത്മാവിൽ ജാതനായി 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്തും ഭൂതബാധിതരെ ഭൂതോപദ്രവത്തിൽ നിന്ന് വിടിവിച്ചും 33 വയസ്സിൽ മാനവകുലത്തിന്റെ പാപപരിഹാരം വരുത്തുവാൻ ഉലകത്തിലുള്ള കർമ്മങ്ങൾക്കോ യാഗങ്ങൾക്കോ പുണ്യപ്രവൃത്തികൾക്കോ കഴിയാതെ ഇരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധ രക്തം പാപപരിഹാരത്തിനായി ഊറ്റി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രൂശ് മരണം ഭരിച്ചുകൊണ്ട് മാനവകുലത്തിന് രക്ഷയൊരുക്കുവാൻ ഇടയായി തീർന്നു. ഇത്ര വലിയ രക്ഷയെ കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാനായിട്ടുള്ളത്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. എന്നാൽ മനുഷ്യരെ തിന്മയിലേക്ക് തള്ളിവിടുന്ന, ദോഷത്തിലേക്ക് തള്ളിവിടുന്ന, പാപത്തിലേക്ക് പാപപ്രവൃത്തികൾ ചെയ്യിക്കുന്ന സാത്താനെ കുറിച്ച്, പിശാചിനെ കുറിച്ച് പ്രകാരമാണ് പറഞ്ഞത്, കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. അതാണ് ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തോടെ കഴിയുന്ന കുടുംബങ്ങളിൽ പിശാച് പ്രേരിപ്പിച്ച പ്രേരണയാൽ മദ്യപാനത്തിലേക്ക്, അസമാധാനത്തിലേക്ക് തള്ളിവിടുന്നു. അല്പസ്വല്പം അസമാധാനത്തിലേക്ക് പോകുന്ന മനുഷ്യൻ പിന്നത്തേതിൽ അല്പസ്വല്പം മദ്യപിക്കാൻ തുടങ്ങുന്നു. പിന്നത്തേതിൽ മുഴുവൻ മദ്യപാനിയായി ദേശത്തിനും കുടുംബത്തിനും വേദനയായി അത് തീരുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ലഹരി എത്രയോ അധികം വർദ്ധിച്ച് പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. മദ്യപാനം കഴിഞ്ഞ നാളുകളിലൊക്കെ മദ്യപാനം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ 10 മടങ്ങ് 100 മടങ്ങ് മദ്യപാനം വർദ്ധിച്ച് പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം. തീർന്നില്ല, രാസലഹരി എന്ന് പറയുന്ന അതേ ലഹരികൾക്ക് അടിമപ്പെട്ട് കൊച്ചുകുഞ്ഞുങ്ങൾ പോലും, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലെയും എഴുതച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരിയുടെ അടിമത്തത്തിൽ അകപ്പെട്ട് അത് എത്രയോ തിന്മയായ പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്യുന്നത്. തൽഫലമായി കൊലപാതകങ്ങൾ പെരുകുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. അതേ കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തികളിൽ സമാധാനമില്ല. ഇതിന്റെ അവസ്ഥയിലൂടെ മനുഷ്യർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ക്രിസ്തുവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് വിശുദ്ധ വേദത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു ഈ ദിനങ്ങളിൽ ആ കാഹളം ധ്വനിക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കി കളയാതെ ഈ രക്ഷ സാധ്യമാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ പ്രദേശത്തുള്ള ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കരുണ ചെയ്യുമാറാകട്ടെ. ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം. കർത്താവിനെ കണ്ടെത്താവുന്ന കാലത്ത് കർത്താവിനെ കണ്ടെത്തുവാൻ ഒരവസരം കൂടെ ദൈവം ദാനമായി നൽകുകയാണ്. ഒരുപക്ഷെ ഈ സുവിശേഷം നിങ്ങൾ മുന്നമേ കേട്ട് കാണും, ഇല്ലെങ്കിൽ ആദ്യമായി കേൾക്കുകയായിരിക്കും. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട്, ചില വാക്കുകളിലുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ദൈവമകനായി തീരുവാൻ കഴിയും, ദൈവമകളായി തീരുവാൻ കഴിയും. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപപരിഹാരത്തിനായി അങ്ങ് കാൽവറിയിൽ പരമയാഗമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പുണ്യാഹരക്തത്താൽ എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അങ്ങയുടെ മകനായി മകളാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥതയോടെ ആര് പ്രാർത്ഥിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും നിങ്ങൾ ദൈവമക്കളായി തീരുവാൻ ഇടയായി തീരും. ദൈവമക്കളായി തീരുമ്പോൾ പ്രിയരെ, അതേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞു പോകും. അതേ പഴയ മദ്യപാന സ്വഭാവം മാറും, ദേഷ്യവും കോപവും വൈരാഗ്യവും പഴയതെല്ലാം മാറും. പിന്നെയോ നിങ്ങൾ പുതിയ സൃഷ്ടിയായി നിങ്ങളുടെ വീടിനും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളുടെ ദേശത്തിനും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ നിശ്ചയമായും ഇടയായി തീരും. ഇനി അധികം സമയമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ സമയമായിക്കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് മാനസാന്തരപ്പെടുക. 2 കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു നമുക്ക് കാണിച്ച മാതൃകയായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി മുടികൾ സ്നാനം പ്രാപിച്ച് വായ്ക്കത്തെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. അങ്ങനെയുള്ള നിങ്ങളെ ചേർക്കാൻ യേശു വേഗം വരുന്നു. യേശുവിന്റെ വരവെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും നിത്യജീവനുണ്ടാകാൻ
കർത്താവ് കരുണ ചെയ്യട്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇപ്പോൾ കർത്താവ് ദാസൻ അജുപാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ നമ്മെ ഓർപ്പിച്ചല്ലോ, അധ്വാന ഭാരത്താൽ, രോഗഭാരത്താൽ, കടഭാരത്താൽ, മറ്റ് പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിടത്ത് ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ആരോടും പറയാൻ കഴിയാതെ വേദനപ്പെടുന്നവരാണെങ്കിൽ, ഒരു നിമിഷം ഹൃദയനുറുക്കത്തോടെ, ഒരു നിമിഷം അതേ ഹൃദയ പരമാർത്ഥതയോട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ യഹോവ നല്ലവനെന്ന്, യേശു നല്ലവനെന്ന് നിങ്ങൾ ഈ നിമിഷം മുതൽ രുചിച്ചറിയുവാനിടയായി തീരും. ഏതവസ്ഥയോട് നിങ്ങൾ കടന്നു പോകും ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്തുകൊണ്ട് കർത്താവ് ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾക്ക് അത് ഉറപ്പുണ്ട്, നിശ്ചയമാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. യുവകൽക്കാലം കർത്താവദാസങ്ങൾ കേട്ടതായ ദൈവത്തിന് മുമ്പാകെ, ദൈവിക ആലോചനയ്ക്ക് മുമ്പാകെ ആർത്തങ്ങളെ സമർപ്പിക്കും. കർത്താവദാസൻ ഇന്ന് പകൽക്കാലം രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെ പ്രസ്താവിക്കാനായിട്ടിടയായിരിക്കും. എൻ്റെ തന്നെ ഒപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ആയുസ് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കരുതേണ്ടിയ, രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടിയ വിഷയങ്ങൾ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രസ്താവിക്കാനിടയായിരുന്നു. അധ്വാനിക്കുന്ന ഒരു ഭാര്യ ദുഃഖിക്കുന്ന ആളൊരു ഏവരും എൻ്റെ അടുക്കൽ വിവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ ആത്മങ്ങളെ സമർപ്പിക്കും. രോഗികളാണോ, സമാധാനമില്ലാത്ത വ്യക്തികളാണോ, മദ്യത്തിനും മയക്കിനും അടിയപ്പെട്ട വ്യക്തികളാണോ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണോ, സകല പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ കഴിയുന്ന സർവശക്തനായ യേശു കർത്താവിന്റെ സുവിശേഷമാണ് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുവാനിടയായി. ഈ സുവിശേഷത്തിന് മുമ്പാകെ ജീവിതത്തെ സമർപ്പിക്കുമോ? സമർപ്പിക്കുമെങ്കിൽ ന്യായവിധിയില്ല. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കേട്ട കേൾവിക്കാർക്കാണ്. ഇന്ന് പകൽ ആ ദൈവസ്നേഹത്തെ തള്ളിക്കളയാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ ഉറപ്പാക്കുവാൻ ഞങ്ങളെ ശ്രദ്ധയെല്ലുകയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലതും വിശ്വസനുമായ ദൈവമേ, ഈ പകൽ വേണ്ടി ഈ ശബ്ദബന്ധങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവാസനങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയം ഉൾപ്പെടണമേ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനോ മയക്കിനോ അടിമപ്പെടുന്നു കർത്താവെ ആത്മഹത്യ ചിന്തയില്ല ഞങ്ങളെ ശ്രദ്ധിച്ചാലെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ കർത്താവെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ ശ്രദ്ധയാക്കണം. പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടണമേ. ഇന്ന് പകൽ കേട്ട ദൈവത്തിന്റെ വചനമാത്രം അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെയും ദൂരത്തിനെയും വിടപ്പെടണമേ. ചില പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന ദിവസമാക്കി ജീവൻ തീർക്കണമേ. ഈ ദേശത്തെ ഞങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തിയല്ലോ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. സകല മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.